ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് കേക്ക് ഓർഡേഴ്സും നോമ്പ് തുറക്കലും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് കേട്ടോ ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട്. ഇപ്പോൾ കൂടുതലും ഷോർട്സ് വീഡിയോ മാത്രമേ എടുക്കാറുള്ളൂ. കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ നോമ്പിനൊക്കെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ, ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ മദ്രസയിലത്തെ പൊതുപരീക്ഷയുടെ റിസൾട്ട് അറിയണ അന്നത്തെ ദിവസത്തായിരുന്നു കേട്ടോ. അന്ന് വൈകിട്ടേക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു റിസൾട്ട് അറിഞ്ഞതിൻ്റെ ശേഷമുള്ള. അപ്പോൾ 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1 kg കേക്കും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ മോളും പൊതുപരീക്ഷയിൽ പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അനിയൻ്റെ മക്കളും അന്നത്തെ ദിവസം പാസ്സായിട്ടുണ്ട്. അവരും മോളുടെ കൂടെ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 kg കേക്കും കൂടി ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് വൈറ്റ് സ്പഞ്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ആദ്യം ഐസിങ് ചെയ്യണത്. കാരണം അത് കസ്റ്റമർ വൈകിട്ട് തന്നെ കൊടുക്കാൻ പറഞ്ഞുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അത് തന്നെ ഐസിങ് ചെയ്യാൻ എടുത്ത്. അപ്പോൾ അതിനായിട്ട് വൈറ്റ് സ്പഞ്ച് അതുപോലെ ബേസിൽ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീമും അതുപോലെ തന്നെ സ്ട്രോബെറി ക്രഷും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഫില്ലിങ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് മെൽറ്റ് ആവണതാണ് കേട്ടോ. എത്ര എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെച്ചാലും ഇപ്പോഴത്തെ ചൂട് അത്രയും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാനൊന്നും പറ്റാണ്ട് ഭയങ്കര മെൽറ്റ് ആവണ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ വന്ന ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഗ്രേറ്റ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. പെട്ടെന്ന് വരുന്ന ഓർഡറിനൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ മെൽറ്റായാലും കൂടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്തതിൻ്റെ ശേഷം ക്രം കോട്ടും ഫൈനൽ കോട്ടും ഒരുമിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വൈകിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ ക്രം കോട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രം കോട്ട് ചെയ്തതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വൈറ്റ് ക്രീം വെച്ച് കവർ ചെയ്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ അപ്പോൾ എങ്ങനെ ഡിസൈൻ മനസ്സിൽ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് വീട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ കേക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൈനാപ്പിളിൻ്റെ ക്രഷ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ലെയറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഫില്ലിങ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് ക്രീം വെച്ച് കവർ ചെയ്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഡിസൈനൊന്നും വേണ്ടല്ലോ, വീട്ടിലേക്ക് കട്ട് ചെയ്യാനുള്ളതല്ലേ. അങ്ങനെ അതെല്ലാം ബേസൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം അതും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ തന്നെ വൈകിട്ട് കൊടുക്കാനുള്ള കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്ട്രോബെറീസ് ഉള്ളതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോണ്ടനിൽ അവർ പറഞ്ഞ മാറ്റർ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗോൾഡൻ ഷുഗർ ബോൾസ് ആണ് കേട്ടോ സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തയച്ചു കേട്ടോ. അതിൻ്റെ ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസത്തേക്ക് ഒരു 1 kg ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് ഓർഡർ വരാറുള്ളത് ഈ ടെൻഡർ കോക്കനട്ട്, അതുപോലെ ചോക്ലേറ്റ് കേക്ക്, ബട്ടർ സ്കോച്ച് കേക്ക്, ഇതൊക്കെയാണ് കേട്ടോ കൂടുതൽ വരാറുള്ളത്. കസ്റ്റമേഴ്സ് കൊണ്ടതിൻ്റെ ശേഷം വീണ്ടും ഓർഡർ ചെയ്യണത് ഈ കേക്കുകൾ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് തന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പും കണ്ടൻസ് മിൽക്കും കൂടിയിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫില്ലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ഇതിൻ്റെ പീസസും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഫില്ലിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കസ്റ്റമൈസ്ഡ് ഡിസൈനൊന്നും അല്ല, പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറയാത്തതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കേക്ക് ഫൈനൽ കോട്ട് ചെയ്യണ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം ലാസ്റ്റിലേക്ക് ആയ ടൈമിലാണ് ഓർമ്മ ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറും ഗ്രീൻ കളറും കൂടി ക്രീമിൽ മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കവർ ചെയ്തതിൻ്റെ ശേഷം ടൂത്ത് പീക്ക് വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പെറ്റൽസിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിലായിട്ട് യെല്ലോ ക്രീം എടുത്തിട്ട് ഇതുപോലെ ഡോട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രീൻ കളർ ക്രീം വെച്ചിട്ട് ലീഫായിട്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നെയിമൊക്കെ എഴുതി ഫോണ്ടനിൽ എഴുതിയിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു.
അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഫോട്ടോ എടുക്കൽ, എവിടെ വെച്ചിട്ട് എടുക്കൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരൊക്കെയാണ് എൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുള്ളത്. കാരണം മിക്കവാറും സൺലൈറ്റ് എവിടെയെന്ന് നോക്കിയിട്ട് ആ ഭാഗത്ത് വെച്ചിട്ട് മിക്കവാറും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറുള്ളത്. കാരണം ആ ഒരു ലൈറ്റിനാണ് കൂടുതലും ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളുള്ള ടൈമിൽ അവരിനായിട്ട് കൊണ്ടുപോയിട്ട് ഈ ഷീറ്റ് അവരെ കൊണ്ട് പിടിപ്പിക്കലാണ് കേട്ടോ. അവർ സ്കൂളിൽ പോയ ടൈമിലാണെങ്കിൽ ഞാൻ വല്ല സ്റ്റൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഷീറ്റ് ഒട്ടിച്ചതിൻ്റെ ശേഷം സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കലാണ്. പരമാവധി ഞാൻ ഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ കസ്റ്റമറിന് കൊടുക്കാറുള്ളത്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കേക്ക് ചെയ്തതിൻ്റെ ശേഷം അത് ശരിക്കും ഒന്ന് ഫോട്ടോ പോലെ എടുക്കാൻ പറ്റാണ്ട് കൊടുത്തയക്കുമ്പോൾ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് കേട്ടോ. അത് ചെയ്ത് കൊടുക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ കൊടുത്തയക്കുള്ളത്. അങ്ങനെ അത് കൊണ്ടുകൊടുക്കാൻ പോയതിൻ്റെ ശേഷം ഞാൻ നോമ്പ് തുറക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ അന്ന് ഇറച്ചിയും പിടിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട്. പിന്നെ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചതിൻ്റെ ശേഷം അതുപോലെ പൊടിയിട്ട് വാട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ വേവിക്കുകയാണ് ചെയ്യുക. അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ വേവിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം കഴിക്കാറുള്ളത്. അപ്പോൾ എനിക്കത് കുഴച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണ പണി മാത്രമേ ഉള്ളൂ. ഇവരാണ് കേട്ടോ ബോൾസാക്കി എടുക്കൽ. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഇങ്ങനെ ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പണി നന്നായിട്ട് കുറഞ്ഞ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്തിട്ട് ചിക്കൻ കറി കൂട്ടി കഴിക്കാണ്ട് ചെയ്തത്. അന്നത്തെ ദിവസം അതായിരുന്നു നോമ്പ് തുറക്കാനായിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ടാവും കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ടാക്കാൻ കൂടിയിട്ടാണ് കേട്ടോ പോണത്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ബ്രദറും മാത്രമാണ് മക്കളായിട്ടുള്ളത്. അപ്പോൾ അവൻ ദുബൈയിലാണ് ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യണം അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ മക്കളും പോയാൽ മാത്രമേ എൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഉപ്പിമ്മയും തന്നെയാണ് കേട്ടോ. അപ്പോൾ പരമാവധി വെക്കേഷൻ കഴിഞ്ഞാൽ മക്കളെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കലാണ്. എനിക്ക് ഓർഡേഴ്സൊന്നും ഇല്ലെങ്കിൽ ഞാനും പോയി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നോമ്പ് തുറക്കാനായിട്ട് ഉപ്പയും ഉമ്മയും കൂടിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം വൈകിട്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നോമ്പൊക്കെ തുറന്നിട്ടാണ്. അപ്പോൾ നോമ്പ് തുറന്നതിൻ്റെ ശേഷം ഞാൻ ആദ്യം ഓടിപ്പോയത് അടുപ്പത്തിരിക്കണ ബീഫിൻ്റെ അടുത്ത് കണ്ടിട്ട് അതെന്തായെന്ന് അറിയാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏകദേശം വറ്റി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് അന്ന് പത്തിരി കൂട്ടിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. 8 മണി 9 മണി ടൈമിലൊക്കെയാണ് കേട്ടോ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറി ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അന്ന് തന്നെ പോരാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുന്നു. മക്കളെ അവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അവരുടെ എന്തെങ്കിലും പെരുന്നാളുടെ ടൈമൊക്കെ ആകുമ്പോഴാട്ടോ കൊണ്ടുള്ളൂ. കാരണം ഇനി മദ്രസ തുറക്കണ ടൈം വരെ എല്ലാവർക്കും നിൽക്കാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ മദ്രസ ഒക്കെ ആയിട്ട് കുട്ടികൾ ഫുൾ ടൈം ബിസി അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ ബൈ.